Yummy. ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ചെമ്മീൻ ഐറ്റമാണ്, ഒരു ആപ്പറ്റൈസർ. ഞാൻ ആൾറെഡി ഒരെണ്ണം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അതിനെ കിടപിടിക്കുന്ന ഒരു ഐറ്റമാണ്. ഫ്ലേവറിനാണെങ്കിലും സ്പൈസിനെസ്സിലാണെങ്കിലും അതിനെ കിടപിടിക്കും. രണ്ടും അങ്ങനെ ഞാനിടാ മുമ്പിൽ എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു ഐറ്റംസാണ്. ഇന്നത്തെ ഐറ്റത്തിൻ്റെ പേര് കോറിയാൻഡർ ഷ്രിംപ്. അതിൽ മെയിനായിട്ട് ചേർന്നിരിക്കുന്നത് കോറിയാൻഡർ ചില്ലി പേസ്റ്റാണ്. പച്ച നിറത്തിൽ. ചെമ്മീൻ ആപ്പറ്റൈസർ ഒരു പച്ച നിറത്തിലായിരിക്കും. ഇത് ഒന്ന് കഴിച്ചാൽ നിർത്താൻ പറ്റൂല, നിർത്താൻ തോന്നൂല. ഒരെണ്ണം കൂടെ അല്ലെങ്കിൽ വേറൊരെണ്ണം കൂടെ ഇങ്ങനെ കഴിക്കാൻ തോന്നും. ഇത് സ്പൈസി ആയതുകൊണ്ട് മറ്റേ ഷ്രിംപ് ഐറ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡ്രിങ്ക്സ് അടിക്കുമ്പോഴത്തേക്കും തൊട്ടുകൂട്ടാൻ പറ്റിയ ഐറ്റമാണ്. ഇതിപ്പോൾ നമുക്ക് ഡ്രിങ്ക്സിൻ്റെ കൂടെ വേണ്ട, ആപ്പറ്റൈസർ അല്ല. കുറച്ച് ചോറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് തൊട്ട് കൂട്ടാനും നല്ല ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് കോറിയാൻഡർ ഷ്രിംപ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ വേണം നോക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞു. പക്ഷെ അതിന്റെ വാലുണ്ട്. വാലുള്ളതിന് രണ്ട് ഗുണമാണ്. ഒന്നാമത്തത് ടേസ്റ്റ് കൂടും. രണ്ടാമത്തത് വാലുള്ള ഒരു ഐറ്റം കുക്ക് ചെയ്ത് ആരെങ്കിലും മുമ്പിൽ കൊണ്ടുവച്ചാൽ ഒരു പെട്ടെന്ന് എടുത്ത് തിന്ന് തീർക്കൂല, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ടപാന്ന് വാലോട്ടിട്ട് ചവച്ചിറക്കി കഴിക്കും. അപ്പം വാലുള്ളത് എടുക്കുക. ഇതിന്റെ കൂടെ പ്രധാന ഐറ്റം ഈ പേസ്റ്റ് ആണ്. ഇത് കൊറിയാൻഡറും ചില്ലിയും വിനാഗറും കൂടെ അരച്ച പേസ്റ്റ് ആണ്. ഈ പേസ്റ്റ് തന്നെയാണ് ഞാൻ എന്റെ കാന്താരി കോഴിക്കും ഉപയോഗിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ സ്വന്തം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് തന്നെ ഉപയോഗിക്കണം ടേസ്റ്റ് വേണമെങ്കിൽ. കറിവേപ്പില, ഇത് ആരുടെ കറിവേപ്പില ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഉപ്പ് എവിടുന്ന് വന്നാലും കുഴപ്പമില്ല. മല്ലിയില, വെളിച്ചെണ്ണ, ബ്ലാക്ക് പെപ്പർ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് തുടങ്ങാൻ പോവാണ്. എന്നത്തെയും പോലെ ഫ്രൈങ് പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കട്ടിയുള്ള ഫ്രൈങ് പാൻ എടുക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചൂട് കൂടും, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഹൈ ഹീറ്റിൽ പാൻ വയ്ക്കുക. വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ വേണ്ടി വരും കേട്ടോ. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എപ്പോഴും നല്ലതാണ്. ഈ വെളിച്ചെണ്ണ കട്ടയായിട്ടിരിക്കാൻ ഇവിടെ ചൂടായി വരുമ്പോഴത്തേക്കും നല്ല വെളിച്ചെണ്ണ ആയിട്ട് മാറും. അതിന്റെ ചൂട് ഒരല്പം കുറച്ച് വെക്കാം. നമ്മൾ ഓരോ ഐറ്റം ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാം കരിഞ്ഞു പോകരുത്. പാത്രം ചൂടായിട്ടുണ്ട്, നല്ല ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇടുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ഇടാം, ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 4 ടീസ്പൂൺ നമ്മുടെ പേസ്റ്റ് ഇടാം. ഇളക്കി കൊടുക്കുക. ഒരു പിഞ്ച് കുരുമുളക് പൊടി. നമ്മളിത് എരിവിന് വേണ്ടിയിട്ടല്ല, എന്ന് വെച്ചാൽ സോസിൽ തന്നെ എരിവുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. നമുക്ക് ഇനി ചൂട് ഒരല്പം കൂട്ടി വെക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ചെമ്മീൻ തിരിച്ചും മറിച്ചു വിടാൻ ശ്രദ്ധിക്കണം. പാൻ പരന്നതാണ്. അപ്പൊ നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും അത് പ്രോപ്പറായിട്ട് തിരിഞ്ഞു പോകില്ല. തിരിയാത്ത ചെമ്മീനെ നമ്മൾ തിരിച്ചു കൊടുക്കണം. ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലോട്ട് തിരിച്ചു വിടുന്ന പോലെ നമ്മൾ ഓരോ സൈഡും തിരിച്ചു കൊടുക്കുക. ഇയാള് സ്വതന്ത്രനാന്ന് തോന്നുന്നു. തിരിയാൻ ഭയങ്കര മടി. ചാർന്ന് വറ്റി വരുന്നവരെ ഒന്ന് ചൂടാക്കുക. ചെമ്മീൻ വേകാനായിട്ട് അധികം സമയം എടുക്കില്ല. ഏകദേശം ഒരു 4-5 മിനിറ്റ് കൊണ്ട് ചെമ്മീൻ വെന്ത് കിട്ടും. ഇത് വറ്റി നമുക്ക് കുറച്ചൊരു മല്ലിയില ഒന്ന് തൂകി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത്രയുള്ള ഈ കാര്യം. കൊറിയാൻഡർ ഷ്രിംപ് ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ടാക്കാം. ബാക്കിയുള്ള ചാറും അതിൻ്റെ പൊക്കത്തിലോട്ട്. സൂപ്പർ ടേസ്റ്റി സ്പൈസി കൊറിയാൻഡർ ഷ്രിംപ്. അപ്പോൾ നമ്മുടെ കൊറിയാൻഡർ ഷ്രിംപ് റെഡിയായി. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ. It's so good. Literally. Really. It's good. Like I said in the intro, you want to keep on eating. നമ്മുടെ കൊറിയാൻഡർ ഷ്രിംപ് അടിപൊളിയാണ്. നല്ല ടേസ്റ്റ്, അതുപോലെ തന്നെ സ്പൈസിയാണ്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ സ്പൈസ് കുറവ് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. അതല്ല, ഇതിപ്പോൾ ഒരു ഡ്രിങ്ക്സിൻ്റെ കൂടെയാണ് പോകണമെങ്കിൽ എരിവ് വേണം. അപ്പോൾ എരിവുള്ള നല്ല ടേസ്റ്റുള്ള കയ്യിൽ നിന്ന് താഴെ വയ്ക്കാൻ പറ്റാത്ത ഒരു ഐറ്റം. അതിൻ്റെ
ടേസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. എന്നുവെച്ചാൽ ആ മല്ലിയിലയും പച്ചമുളകും വിനാഗിരിയും പിന്നെ കുറച്ച് നമ്മൾ കുരുമുളക് ഇട്ടില്ലേ, അതിൻ്റെ എല്ലാത്തിനും കൂടെ ഫ്ലേവർ വരുമ്പോഴത്തേക്കും ഒരു ഉത്സവത്തിൻ്റെ വെടിക്കെട്ട് പോലെയുള്ള ഒരു ഫ്ലേവറാണ് ഇതിനകത്ത്. അവസാനം എല്ലാം കൂടെ ഒന്ന് പൊട്ടിക്കുമല്ലോ, ആ ഫ്ലേവറാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്. ആ പേസ്റ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് സംഗതി റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടുക, എങ്ങനെയുണ്ടായിരുന്നു, എരിവ് കൂടിയോ എന്നുള്ളത്. പിന്നെ വേറെയും ഇങ്ങനെ ചെമ്മീൻ്റെയോ വേറെ വല്ലതിൻ്റെയും റെസിപ്പികൾ വേണമെങ്കിൽ അതും കമൻ്റ് ഇടുക. എന്നാൽ പറ്റുന്നത് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടേ? യെസ്, ലൈക്ക്, എന്നിട്ട് ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ഇല്ലേ? അന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇത്രയും നല്ല ഡിഷൊക്കെ തന്നിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഷെയർ ചെയ്ത് എല്ലാവരോടും പറയാ, മടിക്കരുത്, പോയി സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.